എറണാകുളം കോതമംഗലത്തെ കാട്ടാന കിണറ്റിൽ വീണു. വടക്കുംഭാഗം സ്വദേശി വിച്ചാട്ട് വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത്. വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ ആനയെ കയറ്റിവിടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത് കോടപടി പഞ്ചായത്തില് വടക്കുംഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലാണ് കുടിവെള്ള കിണറാണ്. കുടിവെള്ള കിണറ്റിലേക്കാണ് ആന, കൊമ്പനാന അടിക്കുന്നത്. ഏകദേശം 15 വയസ്സ് പ്രായമുള്ള ആനയാണ്. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, നാട്ടുകാരുടെ എതിർപ്പുകൾക്കിടയിലും ആനയെ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ടോ? ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി അത് തന്നെയാണ്. കാരണം നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്ന് കിണറ്റിലകപ്പെട്ട കാട്ടാനയെ കരയ്ക്ക് കയറ്റി അതിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന് ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായി മാറുന്നത്. കാരണം കിണറ്റിലകപ്പെട്ട ഒരു വന്യജീവിയാണ്, അതിന്റെ ജീവൻ രക്ഷിക്കണം. ഒപ്പം തന്നെ നാട്ടുകാരുടെ ആശങ്ക, നാട്ടുകാരുടെ വാദം, നാട്ടുകാരുടെ പരാതി അത് പരിഹാരം ഉണ്ടാക്കുകയും വേണം. നിലവിൽ രാവിലെ ഈ പുലർച്ചയോടുകൂടിയാണ് കിണറ്റിലകപ്പെട്ട കാട്ടാനയെ നാട്ടുകാർ കാണുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടുണ്ട്. അവർ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. തുടർച്ചയായി വന്യജീവി ആക്രമണം, വന്യജീവി ശല്യം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗം ഉൾപ്പെടെ ഉള്ള വനാതിർത്തി മേഖലകൾ. ഈ വനാതിർത്തി മേഖലകളിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം നാട്ടുകാർ വർഷങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അടിക്കടി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേ സമാന സ്ഥലത്തിന് ചേർന്ന് തന്നെ ഒരു കാട്ടാന കിണറ്റിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ആനയെ അവിടെ നിന്ന് ഈ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് കരയ്ക്ക് കയറ്റി വിടാനായത്. പ്രദേശത്ത് നിരന്തരമായി ഭീതി പരത്തിയിരുന്ന ആനയായിരുന്നു. ആനയെ അവിടുന്ന് തുരത്തണമെന്ന ആവശ്യം തുരത്തണമെന്ന ആവശ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇവിടെ കാട്ടാന കിണറ്റിൽ അകപ്പെടുകയും ചെയ്തത്. പക്ഷേ ആ സമയത്ത് നാട്ടുകാരെ പ്രതിഷേധത്തെ മറികടക്കാൻ ആ പ്രദേശത്ത് നിരോധനാജ്ഞ ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തു. അത് അങ്ങനെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ച ശേഷമാണ് കിണറിടിച്ച് നിരത്തിയ ആനയെ അന്ന് കരയ്ക്ക് കയറ്റിയത്. തുടർന്ന് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളെല്ലാം നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കും, RRT സേവനം ഉറപ്പാക്കും, വഴിവിളക്കുകൾ സ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം, വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഇരയാകുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അത് നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആരോപണമായി നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ ഈ തവണ ആനയെ കരയ്ക്ക് കയറ്റാൻ സമ്മതിക്കില്ല, അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മലയാറ്റൂർ DFO സ്ഥലത്തെത്തണം, അല്ലെങ്കിൽ ജില്ലാ കളക്ടർ സ്ഥലത്തെത്തണം. അവരെത്തിയ ആധികാരികമായിട്ടുള്ള ഉറപ്പ് ലഭിക്കാതെ ഈ ആനയെ അവിടെ നിന്ന് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും കുടിവെള്ള കിണറാണ്. ആ പ്രദേശത്ത് നിരവധി വീടുകൾ ഉള്ള ഒരു പ്രദേശമാണ്, ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിൽ കാട്ടാന എത്തി എന്നുള്ളതാണ് ഏറെ ആശങ്ക. രാത്രിയിലായിരിക്കും കാട്ടാന എത്തിയിരിക്കുന്നത്. അതിനിടയിലായിരിക്കും ഈ കിണറിലേക്ക് ആന വീഴുകയും ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായും കിണറ്റിലകപ്പെട്ട കാട്ടാനകൾക്ക് പരിക്ക് പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ആന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കിണറിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. സ്വമേധയാ കയറി പോകാനുള്ള ഒരു ശ്രമം ആന നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടങ്ങളിൽ. അപ്പൊ എത്ര സമയം വൈകുന്നു അത്ര സമയം ആന ഈ കിണർ ഇടിച്ച് കയറാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യും. അതിനിടയിൽ ഈ ആനയെ JCB ഉപയോഗിച്ച് കിണറിടിച്ച് അവിടുന്ന് കരയ്ക്ക് കയറ്റി തുറന്നു വിടണം. ഈ കാട്ടിലേക്ക് തുറന്നു വിടണമോ പിടിച്ചു മാറ്റണമോ എന്നുള്ള കാര്യത്തിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ കൂടി അഭിപ്രായം പരിഗണിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് നിന്ന് കാട്ടാനയെ പിടികൂടി അവിടുന്ന് കിണറ്റിലകപ്പെട്ട കാട്ടാനയെ കരയ്ക്ക് കയറ്റുന്നതിനിടയിൽ ഈ ആനയെ ഇവിടെ നിന്ന് പിടികൂടി മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പ്രധാനമായും നാട്ടുകാർ മുമ്പോട്ട് വെച്ചത്. ആ സമയത്ത് ആനയെ അവിടെ നിന്ന് പിടികൂടി മാറ്റാമെന്ന് ആദ്യഘട്ടത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും പക്ഷേ അത് അപ്രതീക്ഷിതമായി ആനയെ കരയ്ക്ക് കയറ്റി നേരെ തുരത്തുകയായിരുന്നു. അപ്പൊ ആനയെ പിടികൂടി മാറ്റാം എന്നുള്ള ഒരു തീരുമാനം ആ ഘട്ടത്തിൽ എടുത്തെങ്കിലും പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു പരാതി അവർ പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഇക്കുറി അതെല്ലാം ആധികാരികമായി ജില്ലാ കളക്ടറോ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോ സ്ഥലത്തെത്തി ഉറപ്പ് നൽകാതെ ഈ ആനയെ ഇവിടുന്ന് കയറ്റി വിടില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ നാട്ടുകാർ നിൽക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകളും ഈ ആനയെ കാണാനായും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.